പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ദിനത്തിൽ മാതൃഭൂമി ന്യൂസ് തമിഴ്നാട്ടിലെ ഒരു പ്രശസ്തമായ ഗ്രാമത്തെ പരിചയപ്പെടുത്തുകയാണ്. ജാക്ക് ഫ്രൂട്ട് ഹെവൻ ഓഫ് ഇന്ത്യ, ജാക്ക് ഫ്രൂട്ട് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ചക്കകളുടെ സ്വന്തം തലസ്ഥാനവും സ്വർഗവുമൊക്കെ. എവിടെ നോക്കിയാലും പ്ലാവുകൾ, എവിടെ നോക്കിയാലും ചക്കക്കൂമ്പാരം. ഒരു പ്ലാവ് പോലുമില്ലാത്ത വീട് പോലുമില്ല ഈ ഗ്രാമത്തിൽ. തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ പൺറൂട്ടി. ഞാനും ക്യാമറാമാൻ നിഖിൽ ജോസഫും പൺറൂട്ടിയെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. കൊച്ചിയിൽ നിന്ന് പോവുകയാണെങ്കിൽ വില്ലുപുരത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് 26 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ പൺറൂട്ടി ഗ്രാമത്തിലേക്ക്. ഏതാണ്ട് 5000-ലധികം ഏക്കർ പ്ലാവിൻ തോട്ടങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്കുകൾ. ഡിസംബർ മുതലുള്ള 7 മാസമാണ് ഇവിടെ ചക്കയുടെ വിളവെടുപ്പ് ഉത്സവം. ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആണ് ഈ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ. கயிறு இல்லாத காய் உடச்சிக்கும். இதெல்லாம் பார்த்தீங்கன்னா பிஞ்சு வராத கன்னி. இது இருக்கக்கூடாது. இருந்ததுன்னா மரத்தினுடைய சத்தை இது இழுக்கும், காய்க்க கூடாது. இது வந்து தேன் பிளா, நல்லா இனிப்பாக இருக்கும். டேஸ்ட்டு பார்த்தீங்கன்னா 45%. நம்ம இதில் எதுவுமே வேஸ்ட் ஆனது கிடையாது. இதுவும் காசு தான். இதில் அடிஷ்னலாக வரக்கூடிய பிஞ்சும் காசு தான். இதான் ரெட்டை பிஞ்சு. பார்த்தீங்கன்னா செலவு வந்து கம்மி தான். மருந்துன்னு பார்த்தீங்கன்னா ஒரு 2 மருந்து. பூச்சி தாக்கம் இருந்தால் 2 மருந்து, ரொம்ப பூச்சி தாக்கம் அதிகமாக இருந்தால் ஒரு 4 மருந்து, அவ்வளோதான். 10 വർഷം പ്രായമായ പ്ലാവാണ് ഇത്. എത്ര ചക്കയാണെന്ന് നോക്കി. താഴെ മുറിച്ചിട്ടിരിക്കുന്ന ചക്കയ്ക്ക് 500 രൂപ വില കിട്ടും. അങ്ങനെ നല്ല ആദായം ഈ പ്ലാവിൽ നിന്ന് കിട്ടും. ഇതിന് നല്ല ടേസ്റ്റാണ്. തേൻപിള എന്നാണ് ഈ പ്ലാവിൻ്റെ ഇനത്തിൻ്റെ പേര്. ഇവരിത് ഇതേപോലെ ഈ പിഞ്ചായി വരുന്നതെല്ലാം മുറിച്ച് കളയും. അതൊരു പ്രത്യേകതയാണ്. അതിൻ്റെ കാരണം അത് വളർന്നു വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വലുപ്പം കുറയും. ഈ പൺറൂട്ടിയിലെ ഫാമുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വലുപ്പം കൊണ്ട് ഇത് കണ്ടോ, ആ ചക്കയൊക്കെ നല്ല വലുപ്പമാണ്. ഒരു 30-40 കിലോയൊക്കെ വരും. ഈ ഒരു പ്ലാവിൽ നിന്ന് എത്ര ആദായം കിട്ടും? മിനിമം வந்து 5000 രൂപ. പൈസ റെഡി കിട്ടും. ഒരു 2 ഡേയ്സ്. മുത്തച്ഛന്മാരായിട്ട് ഉള്ള ഫാമാണ്. 15 ഏക്കറോളം ഉണ്ട്. നല്ല കാശുണ്ട് കേട്ടോ. അടിപൊളി. എത്രയൊക്കെ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 ചക്ക ഈ ചെറിയ സ്കൂട്ടറിലുണ്ട്. ഈ ഗ്രാമത്തിൽ വന്നാലുള്ളൊരു പ്രത്യേകത, ഈ സ്കൂട്ടറിൽ, ഓട്ടോറിക്ഷയിൽ, ട്രാക്ടറിൽ, ലോറിയിൽ, ജീപ്പിലൊക്കെ ചക്ക ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും മാർക്കറ്റിലേക്ക്. ഇത് എത്ര കിലോ വരും? 20 കിലോ. എത്ര രൂപ? ഓക്കെ, 300 രൂപ കിട്ടും. ഒരു ചക്കയ്ക്ക് 300. അങ്ങനെ 7 ചക്ക ഒരു 12,000 രൂപ ഇന്ന് കൈ കിട്ടും. എന്നാ ഇവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് പൺറൂട്ടിയിലെ ഏറ്റവും പ്രായം ചെന്ന പ്ലാവ്. 250 വർഷം പഴക്കമുണ്ട്. ഇതുകൊണ്ട് ഇത്രയും പ്രായം ചെന്നിട്ടും ഇഷ്ടം പോലെ ചക്ക ഇങ്ങനെ ചെറുതും വലുതുമായിട്ട് തോന്നിക്കിടക്കാണ്. ഇവിടെ പ്രായം എഴുതി വെച്ചിട്ടുണ്ട്, വയസ്സ് എഴുതി വെച്ചിട്ടുണ്ട്. മോർ ദാൻ 250 ഇയേഴ്സ് ഓൾഡ് ജാക്ക് ഫ്രൂട്ട് ട്രീ. എന്തായാലും ഈ പ്ലാവിൻ്റെ സാക്ഷാൽ ഉടമ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടൻ്റെ പേര്? ராமசாமி. ഇത് എത്ര വർഷം? 250 ஆண்டுகள். இது வந்து ஒரு 5 கிலோவிலேருந்து 25 கிலோ வரைக்கும் பெருக்கக்கூடிய தன்மை கொண்டது. கிட்டத்தட்ட இது ஒரு 1000 பிஞ்சு விடும். 1000ல் நாங்கள் வந்து 700 பிஞ்சை கட் பண்ணிவிட்டு 200 பிஞ்சு 250 பிஞ்சு விடுவோம். தை மாதத்துலேருந்து ஆடி மாதம் வரைக்கும் 6 மாத காலம் இது இருக்குது. வருஷம் பூரா காய்க்கிற மரமும் இருக்குது. அதில் கொஞ்சம் லேசாக சுவைத்தன்மை குறையுது மழை நாளில். ഞങ്ങൾ 5 പേര് കൈ ഇങ്ങനെ നീട്ടി പിടിച്ചിട്ടും പ്ലാവ് മുത്തശ്ശിയെ കവർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അത്രയും വലുപ്പമാണ് ഇതിന്. 250 വയസ്സായി. ഒരു സംഭവം കാണിച്ചു തരാം.
പൺറൂട്ടിയിലെ ഏറ്റവും പ്രായമേറിയ പ്ലാവ് പരിചയപ്പെടുത്തി. ഇനി ഏറ്റവും വലിയ ചക്കകൾ കായ്ക്കുന്ന ഒരു പ്ലാവ് കൂടി പരിചയപ്പെടുത്താം. ഇതാണ് ഏതാണ്ട് 80 കിലോയോളം വരുന്ന ചക്ക. ഏതാണ്ട് 10,000-2,500 രൂപ ഈ ചക്ക വിറ്റാൽ ഈ പ്ലാവ് ഉടമയ്ക്ക് കിട്ടും. അതുപോലെ ഇതിലെല്ലാം 50 കിലോയ്ക്കൊക്കെ മേളിലുള്ള ചക്കകളാണുള്ളത്. ഇതേപോലെ ഇതാണ് താരം. വെറുതെയല്ല ഈ പൺറൂട്ടിയെ ജാക്ക് ഫ്രൂട്ട് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. കണ്ടോ, ഈ പ്ലാവ് എനിക്കൊന്നൊരു 100-150 വർഷം പഴക്കമുണ്ട്. പക്ഷേ എല്ലാം വലുപ്പമുള്ള ചക്കകളാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും കണ്ടിട്ടില്ല. അപ്പോൾ ഈ പ്ലാവിൽ നിന്ന് തന്നെ വേണമെങ്കിൽ 1, 2, 3, 10, 25,000 രൂപ ഈ ചക്കകളെല്ലാം വിറ്റാൽ ഇതിൻ്റെ പ്ലാവ് ഉടമയ്ക്ക് കിട്ടും. ഞങ്ങൾ 2 പേരും കൂടെ പിടിച്ചാലും ഒന്നിയല്ല. വെറുതെയല്ല പൺറൂട്ടി എന്ന ഗ്രാമം ചക്കകളുടെ കാര്യത്തിൽ ലോക പ്രശസ്തമാകുന്നത്. கடலூர் மாவட்டத்தில் மொத்தம் 800 ஹெக்டர் 800 ஹெக்டர்னா 2000 ஏக்கரா. இன்னொரு சிறப்பு என்னன்னா, இது எல்லாமே விதை மூலம் பரவணுன்றதால வருஷத்துக்கு ஒரு முறை காய்க்கக்கூடிய மரங்களும் அந்த 100% மரத்தில் இருக்குது. 3 தடவை காய்க்கக்கூடியது இருக்குது, 1 தடவை காய்க்கிறது இருக்குது. அப்போ வருஷத்தில் 365 நாளும் പൺറൂട്ടിയിൽ കുറവാകവോ അതികമാകവോ പഴം கிடைக்கும். നേരത്തെ നമ്മൾ കണ്ട 250 വർഷം ഏറ്റവും പ്രായം കൂടിയ പ്ലാവ്, അതിന് ശേഷമുള്ളതാണ് 150 വർഷം പ്രായമായത്. ഇപ്പോൾ ഇത്തരം പ്രായമായ പ്ലാവുകളെല്ലാം ഈ ഗ്രാമം സംരക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പൺറൂട്ടിയുടെ പെരുമ ലോകമെമ്പാടും അറിയപ്പെടുന്നത്. இந்த ஏரியாவில் நாங்கள் ஒரு 30 பேர் இருக்கிறோம். எல்லார் வீட்லேயுமே பலாமரம் இருக்குது. எல்லாருமே இந்த பலாமரத்தை வச்சு தான் நாங்கள் எல்லாருமே தொழில் செஞ்சுட்டு இருக்கோம். இப்போ வெஜ்ஜு பிரியாணி செய்கிறாங்க, கூட்டு செய்யலாம், கிச்சடி எல்லாமே பண்ணலாம். இப்போ சிக்கன் 65 கூட போட்டு பொரிச்சு எடுக்கிறோம். ഒരു പ്ലാവ് പോലും ഇല്ലാത്ത ഒരു വീടും പൺറൂട്ടി ഗ്രാമത്തിലില്ല. പ്ലാവും ചക്കയുമൊക്കെയാണ് അവരുടെ ജീവിതത്തിൻ്റെ വരുമാന മാർഗം. ചെറിയ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോഴും പ്ലാവുകൾ കണ്ടോ, ഇങ്ങനെ 3-4 പ്ലാവുകൾ ഇവിടെയുണ്ട്, നിറയെ ചക്കകൾ. പൺറൂട്ടിയുടെ ഹൃദയമാണ് ചക്കയും പ്ലാവും ഒക്കെ. കർഷകരിൽ നിന്ന് വാങ്ങുന്ന ചക്ക ഇതുപോലുള്ള വണ്ടികളിൽ ഇവിടെ മണ്ഡി ഹൗസ് എന്ന് പറയുന്ന ഗോഡൗണിലെത്തിക്കും. അതിനുശേഷം ഇവിടെ നിന്നാണ് ഇത് വിദേശങ്ങളിലേക്കും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും, ഒരുപക്ഷെ കേരളത്തിൽ പോലും വരുന്നുണ്ടെന്നാണ് പറയുന്നത്, അങ്ങോട്ടേക്ക് പോകുന്നത്. ഇതിൻ്റെ സൈസ് ഒരു പ്രധാന ഘടകമാണ്. ഈ വലിപ്പം വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു പൈസ എത്രമാത്രം കിട്ടുമെന്ന് പറയാൻ കഴിയുന്നത്. ഇത് എത്ര കിലോ ഉണ്ട്? ഇത് എത്ര? 5 കിലോ. 5 കിലോയുടെ ചക്കയാണിത്. 25 കിലോ, ഇതൊരു 10 കിലോയേ ഉള്ളൂ. 40 കിലോ വരെയുണ്ട്. 40 കിലോ എന്ന് പറഞ്ഞാൽ 25 രൂപ വെച്ചിട്ട് 1000 രൂപ ഒരു ചക്കയ്ക്ക് കിട്ടും. നല്ല സൈസാണ് ഇതിൻ്റെ പ്രത്യേകത. അതാണ് പൺറൂട്ടി ചക്കയുടെ പ്രത്യേകത. ഇത് തന്നെ കളറ്, ഇതിൻ്റെ മണം, ഇതിൻ്റെ സൈസൊക്കെ ഒരു വലിയ. അപ്പോൾ ഇതാണ് ഈ മണ്ഡി ഹൗസ്. കാണാം, മണ്ഡി ഹൗസിലേക്ക് ഇത് കൈമാറുവാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. പഴുത്തതും അല്ലാത്തതുമൊക്കെ ആയിട്ടുള്ള ചക്കകളുണ്ട്. കർഷകരിൽ നിന്ന് വാങ്ങുന്നത് ഇവിടെ കൊണ്ടിടും. ഇതൊക്കെ ഭയങ്കര വലിയ ചക്കയാണ്. നമ്മൾ ആദ്യമായിട്ട് കാണുക ഈ ചക്ക. ഇങ്ങനെ ഇവിടെ നിന്ന് ഇന്ന് രാത്രി, ഇന്ന് വൈകിട്ടോടു കൂടി കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകും. ചിലതൊക്കെ വിദേശത്തേക്കും പോകും. എന്തായാലും ഇതാണ് ഈ ഗ്രാമത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്. ഇതുകൊണ്ടോ ഈ മണ്ഡി ഹൗസിൽ ചക്ക ഇങ്ങനെ കുന്നുകൂട്ടിയിട്ടിരിക്കുക. ഇത് ഏതാണ്ട് 300 എണ്ണം വരും. 40, 41, 48, ഇച്ചിരി വലുതാണ്. 50, ഇത് 97, ഇത് 98, 99. ഇന്നത്തെ ലോഡിലെ 100ാമത്തെ ചക്ക. ஒரு பழம் 5 கிலோவிலேருந்து 40 கிலோ வரைக்கும் வரும். 100 ரூபாயிலேருந்து 700 ரூபா வரைக்கும் பழம் இருக்குது ரேட்டு. இந்த வருஷம் பருவமழை லேட்டாக பெஞ்சனால சீசன் லேட்டாக வந்ததில் பழம் ரொம்ப டிமாண்ட் இருக்குது, ரேட்டு ரொம்ப கூட இருக்குது.
எவ்வளோ தரீங்க? பெரிய சொல்லாது വില കമ്മി தான் சொல்லியிருக்கேன். പൺറൂട്ടിയിലെ ചക്ക വിശേഷങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് കുറച്ചു പേരെ കൂടി പരിചയപ്പെടുത്തുകയാണ്. ഇവിടുത്തെ ലോക്കൽ കച്ചവടക്കാർ ഗ്രാമങ്ങളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ ഈ വഴിയോരങ്ങളിൽ ഇട്ട് വയ്ക്കും. ഇതിലെ യാത്ര ചെയ്യുന്നവർക്കെല്ലാം ഇത് വാങ്ങിക്കൊണ്ട് പോകാം. അങ്ങനെ ഒരാളാണ് മണിമേഖല. ഇതുപോലുള്ള ഈ ഗ്ലാസ്സുകളിൽ ഗ്ലാസ് കവറിനകത്ത് ഇട്ട് വയ്ക്കും. സ്വീറ്റാണ്, നല്ല മധുരം. തേൻവരിക്കാന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ തേൻവരിക്ക എന്നൊക്കെ പറയുന്നത് നല്ല മധുരം. ഇതിനെന്താ പേര്? തേൻചുള. കൊള്ളാം. ഒരു ദിവസം എത്ര ചക്ക വിൽക്കും? அதுக்கு ஒரு கிலோ ஒரு பழத்துல 5 கிலோ 7 கிலோ இருக்கும். ഇത് 1 കിലോ എത്ര? இது 1 கிலோ வந்து 200 ரூபாய். 200. അപ്പോൾ ഈ ഗ്രാമവാസികൾ, ഈ ഗ്രാമീണർ പല തലങ്ങളിൽ ഈ ചക്കയുടെ പ്രയോജനം അനുഭവിക്കുകയാണ്. അവിടെ വലിയ ഫാമുകൾ മുതൽ ചെറിയ കച്ചവടക്കാർക്ക് വരെ ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പെൺറുട്ടിയുടെ ചക്കയുടെ പെരുമ പറഞ്ഞാലും തീരാത്തത്. ഇപ്പോൾ മണിമേഖലയെ പോലെയുള്ള ചെറുകിട കച്ചവടക്കാരും ഈ ചക്ക വിറ്റ് ഹാപ്പിയായിട്ട് ജീവിക്കാം. അങ്ങനെ ഈ അത്ഭുത ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. പെൺറുട്ടിയിൽ നിന്നും ഞാൻ ബിജു പങ്കജ്, ഞാൻ നിഖിൽ ജോസഫ്. എല്ലാവർക്കും മാതൃഭൂമി ന്യൂസിൻ്റെ ആശംസകൾ.